വെൽക്കം ബാക്ക് ടു രജനി കിച്ചൻ. ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു പച്ചടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പേരയ്ക്ക പച്ചടി. ഇതുണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയവും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. 2020 ഓണത്തിന് സൂര്യ TV-യിൽ സിംഗിങ് ഷെഫ് എന്ന പരിപാടിക്ക് വേണ്ടി റെസിപ്പിയും ലിറിക്സും ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. ആ ഒരു വിഭവമാണ് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പേരയ്ക്ക, നല്ല വലിപ്പമുള്ള പേരയ്ക്ക, ഫ്ലഷി ആയിട്ടുള്ള ഒരു പേരയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പേരയ്ക്ക തൊലിയോടുകൂടിയാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് മഞ്ഞളിട്ട വെള്ളത്തിലോ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലോ നമ്മൾക്ക് ഇത് വൃത്തിയായി കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ഈ കുരു എല്ലാം മാറ്റിക്കളയണം. കുരു ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചടി കഴിക്കാൻ നമുക്ക് അത്ര ഇഷ്ടം തോന്നില്ല. അപ്പോൾ ആ ഫ്ലഷി ആയിട്ടുള്ള ഒരു പേരയ്ക്ക വാങ്ങുമ്പോൾ നമുക്ക് ധാരാളം അതിൽ കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതല്ല, നമ്മുടെ നാടൻ പേരയ്ക്ക ആണെങ്കിൽ ഇളം പേരയ്ക്ക എടുക്കാൻ നോക്കുക. കുരു അധികം മൂക്കാത്ത പേരയ്ക്ക എടുക്കാൻ നോക്കുക. ഇത് സാമാന്യ വലിപ്പവുമുണ്ട്, നിറയെ ഫ്ലഷും കിട്ടുന്ന ഒരു പേരയ്ക്കയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരു എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. ഈ ഗ്രീനിഷ് പോവാതെ നല്ല നമുക്ക് കുറച്ചൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനും. അപ്പോൾ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഒരു സദ്യ വിഭവമായി നമ്മൾക്കൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പേരയ്ക്ക കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരു എല്ലാം മാറ്റിയിട്ടുണ്ട്. അത് മറക്കാതെ എല്ലാവരും ചെയ്യണം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൺചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ട്രഡീഷണൽ വിഭവമായതുകൊണ്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ 1 കപ്പ്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. എരിവിനായിട്ട് 3 പച്ചമുളക്, 3ഓ 2ഓ എരിവിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇനി ഇത് ചൂടാക്കാനായിട്ട്. ഒരുപാട് തേങ്ങ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഇങ്ങനെ പിരിഞ്ഞ ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ചൂടാക്കിയെടുക്കുക. ലൈറ്റായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മുടെ അരപ്പിലേക്ക് ചൂട് കയറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. അതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി പഞ്ചസാര 1/2 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ മറക്കരുത്. തേങ്ങ അരപ്പ് നല്ലവണ്ണം വെന്തു എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മുടെ പേരയ്ക്ക അരിഞ്ഞത് ചേർക്കാവൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സദ്യയിൽ നമ്മൾക്ക് ഐറ്റംസ് കൂട്ടാൻ വേണ്ടി നമുക്ക് തീർച്ചയായും ഇതും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പേരയ്ക്ക ചേർത്തു. ഇനി അധികം നേരമൊന്നും നമുക്കിത് കുക്ക് ചെയ്യാനില്ല. 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനുള്ള ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ലൈറ്റായിട്ടുള്ള, അധികം എരിവൊന്നും ഇല്ലാതെ എടുക്കുന്നത് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 3 മുളക് ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. വേവിക്കാനുള്ള പ്രോസസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3ഓ 4ഓ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. 1 വറ്റൽമുളക് 3ആയി കീറിയിടുക. ഇതെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇടാം. ഇനി ഇതെല്ലാം നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം നമ്മളത് തണുക്കാൻ വെക്കുക. എന്നതിന് ശേഷം മാത്രം, പച്ചടിക്ക് എന്തായാലും തൈര് ആവശ്യമാണ്. അപ്പോൾ നല്ല കുറുകിയ ഒരു ഇളം പുളിപ്പുള്ള തൈരാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായി തണുക്കുന്ന വരത്തേക്ക് നമ്മൾക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 കപ്പ് തൈരാണ് ഞാൻ. അത്യാവശ്യം പുളിയുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു ടിപ്പ് കൂടെയുണ്ട്. അതായത് വറച്ചട്ടിയിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അത് മാറ്റി വയ്ക്കുക. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചൂടാക്കുക. എന്നിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ട് രണ്ടും നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.